Hello everyone, welcome back to Mr. and Mrs. Chef channel. ഇന്ന് നമ്മുടെ കൂടെ എൻ്റെ മിസ്റ്ററും കൂടെ ഉണ്ട്. അപ്പോൾ ഏട്ടാ നമ്മൾ ഇന്ന് എന്താണ് തയ്യാറാക്കാൻ പോകുന്നത്? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെപ്പർ ക്രാബ് റോസ്റ്റ് ആണ്. കുരുമുളകൊക്കെ ഇട്ട് വെച്ച് നല്ല സ്പൈസി ആയിട്ടുള്ള ഡിഷാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് മിസ്സസ് തന്നെ പറ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ക്രാബ് റോസ്റ്റിന് നമ്മളിവിടെ ഒരു 1/2 കിലോ ഞണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള ഞണ്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് 2 വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞെടുക്കാം, 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക് കീറിയത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചെടുത്തത്, പിന്നെ നമുക്ക് ഒരു 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, 1 തണ്ട് കറിവേപ്പില. പിന്നെ നമ്മളിതിലേക്ക് കൂടുതലായിട്ട് ഇടുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുക്കാം. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി എടുക്കാം, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഓരോ നുള്ളു വീതം ഉലുവയും ചെറിയ ജീരകവും. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ എണ്ണയും ഉപ്പും. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ കിടിലൻ ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. നമ്മളിപ്പം നമ്മുടെ ഞണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിനകത്ത് ആവശ്യമില്ലാത്ത പാർട്സുകളൊക്കെ മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഉലുവയും ആ ചെറിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവയും ചെറിയ ജീരകവും പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളി മൂത്ത് കഴിഞ്ഞതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അങ്ങിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് വാട്ടിയെടുക്കാം. ഈ തക്കാളി ഒന്ന് വെന്തുടയാനായിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചങ്ങ് വേവിച്ചെടുക്കാം. നന്നായി വെന്ത് ഉടഞ്ഞു വന്ന ആ തക്കാളിയിലേക്ക് നമുക്കിനി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഗരം മസാല ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ മസാലകളും ഇട്ട് കൊടുക്കാം. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികൾ മൂത്ത് നല്ലൊരു മണം വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഇനിയൊന്ന് തിളക്കുന്ന വരെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ ഒഴിച്ച ആ വെള്ളം തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ബാക്കി വെച്ചിരിക്കുന്ന
കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഗ്രേവിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ഈ ഞണ്ട് നമുക്കിനി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് അങ്ങ് വേവിച്ചെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടി. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇത് തുറന്ന് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ ഗരം മസാലയും കുരുമുളക് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു 4-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വീണ്ടും നന്നായിട്ട് ഈ ഞണ്ടയ്ക്കൊന്ന് കുക്കായി വരുന്നവരെ വേവിച്ചെടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പെപ്പർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 4-5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. ആ ചാറൊക്കെ നന്നായി കുറുകി മസാലയൊക്കെ നമ്മുടെ ഞണ്ടിൽ നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ഈ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെപ്പർ ക്രാബ് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ക്രാബ് റോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് പുതിയ വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.